ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൽ ഇന്ന് കൂടെയുള്ളത് RJ അനാമികയാണ് കേട്ടോ. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് അല്ലെ? എന്നാൽ ആ യാത്രയിലെ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ സുരക്ഷയാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോഴല്ല, അവ ഒഴിവാക്കുമ്പോഴാണ് നമ്മുടെ റോഡുകൾ സുരക്ഷിതമാകുന്നത് എന്ന വലിയ സന്ദേശം ഓരോ വ്യക്തിയിലേക്കും എത്തിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയും നിയമത്തോടുള്ള ആദരവുമാണ് റോഡിലെ സുരക്ഷയുടെ ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത്. റോഡ് സുരക്ഷയുടെ ഈ ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും നിയമങ്ങൾ എന്തായിരിക്കണം, എങ്ങനെ പാലിക്കപ്പെടണം എന്നതിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇന്ന് ലൗഡ് സ്പീക്കറിൽ എന്റെ കൂടെയുള്ളത് കൊല്ലം സിറ്റിയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറായ ഷാനവാസ് സാറാണ്. സോ വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ഗുഡ് ആഫ്റ്റർനൂൺ അനാമിക. വളരെ സന്തോഷം ഇത്തരം ഒരു വിഷയം നിങ്ങളുടെ റേഡിയോയിൽ എടുത്തതിൽ വളരെ സന്തോഷം. സർ, ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ചോദിക്കാനായിട്ടുള്ളത്, ഈ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ആളുകൾ സാധാരണയായിട്ട് വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്തൊക്കെയാണ് സർ? റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് നിയമങ്ങൾ അറിയാം, ഈ അറിയാവുന്ന നിയമങ്ങൾ പാലിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതായത് അത് ലംഘിക്കപ്പെടുക എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അക്കാഡമിക് സിലബസിൽ, പാഠ്യപദ്ധതിയിൽ ഈ ഒരു വിഷയം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ പല വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സിവിക്സ്, എക്കണോമിക്സ്, അങ്ങനെ പല തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുന്നു. അപ്പോ ഇങ്ങനെ പഠിക്കുന്ന അവസരത്തിൽ ഇത്തരം ഒരു വിഷയം, ട്രാഫിക്, റോഡ് സുരക്ഷ എന്നൊരു വിഷയം നമ്മൾ കുഞ്ഞുങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. LKG പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ചുവന്ന പ്രകാശം കണ്ടാൽ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറും. അതുപോലെ തന്നെ പച്ച പ്രകാശം കണ്ടാൽ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ മഞ്ഞ പ്രകാശം കണ്ടാൽ റെഡി ടു ഗോ എന്നാണെന്നുള്ള വിവരം LKG പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. കുറച്ചും കൂടെ മുതിർന്നു വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അക്കാഡമിക് സിലബസിലൂടെ. അങ്ങനെ പടിപടിയായിട്ട് കുട്ടികളെ ഇത്തരം ഒരു വിഷയം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തി, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന സമയത്ത് 18 വയസ്സ് പൂർത്തിയായി നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ആധികാരിക രേഖയായ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് റോഡ് സംസ്കാരമുള്ള ഒരു തലമുറയെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയാൽ അപകടങ്ങളുടെ തോത് തുലവും കുറയ്ക്കാൻ പറ്റും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പോ നമ്മള് നഗരപ്രദേശങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതൽ അപകടങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു അപകട കാരണം എന്തായിരിക്കും, അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് സാധിക്കുക? തീർച്ചയായിട്ടും അപകടങ്ങളുടെ തോത് കുറയ്ക്കണമെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. കൂടുതലായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ദിവസം ഏതാണ്ട് 11 പേര് റോഡ് ആക്സിഡന്റിൽ മരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ 11 പേരിൽ 6 പേരെന്ന് പറയുന്നത് 25 വയസ്സിന് താഴെയുള്ളതാണ്. 25 വയസ്സിന് താഴെയുള്ളവരെന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട, രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിർത്തേണ്ട ചെറുപ്പക്കാരുമായ 6 പേര് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഓരോ ദിവസവും കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു കണക്ക് പരിശോധിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ഇരുചക്ര വാഹനം ഓടിക്കുന്നവരിലാണ്. ഇരുചക്ര വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് സ്റ്റാൻഡ് അലോൺ കപ്പാസിറ്റി ഇല്ലാത്തൊരു വാഹനമാണ്. മറ്റു വാഹനങ്ങൾ നമുക്കൊരു സ്ഥലത്ത് നിർത്താൻ സാധിക്കും, ഇതിന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയാത്ത ഒരു വാഹനമാണ് ഇരുചക്ര വാഹനം. ഇത്തരം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം. ഏറ്റവും പ്രധാനമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ യുവാക്കൾ, അതായത് പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ശിരോവസ്ത്രം അല്ലെങ്കിൽ ഹെൽമറ്റ് ധരിക്കാനുള്ള വിമുഖത പലപ്പോഴും നമ്മുടെ മരണനിരക്കിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇത്തരം ഹെൽമറ്റ് ധരിക്കാത്ത ആൾക്കാരാണ് മരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിന് ആഡംബരമായ കവറുകൾ വാങ്ങി
വാങ്ങുന്നത് പോലെ നിങ്ങളുടെ തലയുടെ സംരക്ഷണത്തിനും ഒരു ഹെൽമറ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. അത്തരം നിയമം പാലിക്കപ്പെട്ടാൽ അപകടങ്ങളുടെ തോത് നമുക്ക് തുലവും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സർ, ഇപ്പോ പുതിയ ഡ്രൈവർമാര് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് റോഡിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റോഡുമായി ബന്ധപ്പെടുന്ന ഒട്ടനവധി നിയമങ്ങൾ നമ്മുടെ മോട്ടോർ വാഹന ചട്ടത്തിലുണ്ട്, നിയമത്തിലുണ്ട്. അപ്പൊ പുതിയതായിട്ട് ലൈസൻസ് എടുക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നമ്മുടെ കൊല്ലം ആസ്ഥാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട റോഡ് ആക്സിഡന്റ് കുറയ്ക്കുന്ന ഒരു സംഘടനയുണ്ട്. ട്രാക്ക് എന്ന പേര്, ട്രോമ കെയർ എയ്ഡ് സെന്റർ ഇൻ കൊല്ലം. അവർ ചെയ്യുന്ന ഒരു വലിയ സേവനവും, അതായത് പുതിയതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് ലേണേഴ്സ് പരീക്ഷ കഴിയുമ്പോൾ അവരെ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അവർ റോഡിൽ എന്തൊക്കെയാണ് പാലിക്കപ്പെടേണ്ടത്, ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായി വേണ്ടത് ശ്രദ്ധയാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ, കണ്ണിന്റെയും കാതിന്റെയും മൂക്കിന്റെയും ചെവിയുടെയും ഒക്കെ പ്രവർത്തനം ഒരേ തരത്തിലാണെങ്കിൽ ശരിയായ ഡ്രൈവിംഗ് സാധ്യമാകും. അപ്പൊ അത്തരത്തില് നമ്മുടെ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അപ്പൊ പുതിയതായി നമ്മൾ വാഹനം ഓടിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധയോടും വളരെ കരുതലോടും വാഹനങ്ങൾ ഓടിച്ചാൽ അപകടങ്ങളെ തോത് കുറയ്ക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ നിയമങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട റോഡിൽ എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ റോഡിന്റെ ഓരങ്ങളിൽ നമുക്ക് വേണ്ടി മുന്നറിയിപ്പായിട്ടും അതുപോലെ തന്നെ നമുക്ക് പാലിക്കപ്പെടാനുമായിട്ട് അതുപോലെ അറിവ് നൽകുന്നതുമായി കുറെ അടയാളങ്ങളുണ്ട്. മാൻഡേറ്ററി സൈൻ, കോഷണറി സൈൻ, ഇൻഫോർമേറ്ററി സൈൻസ് എന്നൊക്കെ പറഞ്ഞു. മാൻഡേറ്ററി സൈൻ എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ അത് പാലിക്കണം. അത് വൃത്തത്തിനകത്തായിരിക്കും. വൃത്തത്തിനകത്തല്ലാത്ത രണ്ട് അടയാളങ്ങളേ ഉള്ളൂ, സ്റ്റോപ്പും ഗീവ് വേ. കോഷണറി സൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും റൈഡർക്കും മുന്നറിയിപ്പ് നൽകുന്ന അടയാളമാണ് കോഷണറി സൈൻസ്. അത്തരം അടയാളങ്ങൾ നമ്മൾ കൃത്യമായിട്ടും പാലിച്ചാൽ അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ പറ്റും. പുതിയതായി ലൈസൻസ് എടുക്കുന്നവർ ഈ മേഖലകളിൽ, കാര്യം അവർ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അവർ വളരെ ആധികാരികമായി മനസ്സിലാക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ട്രാക്ക് പോലുള്ള സംഘടനകൾ ഇവർക്ക് ക്ലാസും നൽകുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കിയാൽ അപകടങ്ങളുടെ തോത് നമുക്ക് ഒരളവോളം കുറയ്ക്കാൻ കഴിയുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സർ, ഇപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒന്നാണ് ലേണേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? ഈ ഒരു ലേണേഴ്സ് ടെസ്റ്റ് പലരും തട്ടിയും മുട്ടിയും ഒക്കെ ജയിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ലേണേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ലൈസൻസ് എടുക്കുന്നതിന് ലേണേഴ്സ് ടെസ്റ്റിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ലേണേഴ്സിന്റെ പരിഷ്കരിച്ച സംവിധാനം ഏതാണ്ട് 30ഓളം ചോദ്യങ്ങൾ, റോഡുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ലെ ഇവിടുത്തെ നമ്മുടെ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ജനറൽ നോളജുമായി പരീക്ഷിക്കപ്പെടുന്ന ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. റോഡുമായി ബന്ധപ്പെടും, റോഡിലെ നിയമങ്ങളെ സംബന്ധിച്ച്, വാഹനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹാൻഡ് സിഗ്നൽ കാണിക്കേണ്ടത്, എവിടെയാണ് വാഹനം പാർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് വാഹനം നിർത്തേണ്ടത്, റോഡിലെ മാർക്കിങ്സിനെ സംബന്ധിച്ച് റോഡുകളിൽ വരകൾ കൊണ്ട് നമ്മുടെ മുന്നറിയിപ്പുകളും ഒക്കെ തരുന്ന സംവിധാനമുണ്ട്. ആ വരകൾ, റോഡിലെ മാർക്കിങ്ങുകൾ അതെങ്ങനെയൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ അടങ്ങുന്നതാണ് ലേണേഴ്സ് പരീക്ഷ എന്ന് പറയും. ആ പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 30ഓളം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ 30 ചോദ്യത്തിൽ നിന്ന് 18 എണ്ണത്തിന് നമ്മൾ ഉത്തരം ശരിയാക്കിയെങ്കിൽ മാത്രമേ ഈ പരീക്ഷ പാസ്സാവൂ. അപ്പൊ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ നമ്മൾ തയ്യാറാകുന്നവര് ഡ്രൈവിംഗ് സ്കൂളിലായാലും നമ്മൾ പേഴ്സണലായാലും പഠിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് അവരുടെ ഡ്രൈവിംഗ് പരിശീലനത്തിനും ഡ്രൈവിംഗ് രീതികളിലും ഏറെ മാറ്റം സംഭവിക്കാൻ പറ്റും. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ലേണേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഡ്രൈവിംഗുമായി ബന്ധപ്പെടുന്ന ഒരു വലിയ അളവോളമുള്ള അറിവ് നൽകുന്ന സംഗതി കൂടിയാണ്. റോഡ് അപകടങ്ങളിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന്റെ സ്വാധീനം ശരിക്കും പറഞ്ഞാൽ എത്രത്തോളമാണ്? ഇത് തടയാനായിട്ട് പോലീസ് നടത്തുന്ന പ്രധാന പരിശോധനകൾ എന്തൊക്കെയാണ് സർ? തീർച്ചയായിട്ടും നമുക്ക് ഈ അപകടങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം പരിശോധനകൾ ആവശ്യം. ഏറ്റവും പ്രധാനമായും പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തിവരുന്ന പരിശോധനകൾ എന്ന് പറയുന്ന ഒന്ന്, ഇതുപോലുള്ള ഹെൽമറ്റ് ധരിക്കാതെ വരുന്ന ആൾക്കാരെ പരിശോധിക്കുക. ഹെൽമറ്റ് ധരിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ്. അത് പരിശോധിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത് സീറ്റ് ബെൽറ്റ് ധരിക്കുക. 4 ചക്ര വാഹനത്തിൽ പോകുമ്പോൾ കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവർ അതുപോലെ ഈ അപകട സ്ഥലത്ത് നിന്ന് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോകുന്ന രംഗങ്ങൾ കാണാറുണ്ട്. അപ്പൊ അത്തരം അപകടങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് സീറ്റ് ബെൽറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അത്തരം സീറ്റ് ബെൽറ്റ് ഇടാനും ഹെൽമറ്റ് ധരിക്കാനും അതുപോലെ തന്നെ ഓരോ ദിശയിലേക്ക് തിരിയുമ്പോൾ കാണിക്കേണ്ട അടയാളങ്ങൾ, ഓവർടേക്കിങ്ങിന് കാണിക്കേണ്ട അടയാളം, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആൾക്കാരെ കൊണ്ട് എൻഫോഴ്സ്മെന്റ് അത് നടത്തിക്കുകയാണ്. അപ്പൊ നടത്തിക്കുന്നതിന് പരിശോധനകൾ ആവശ്യമാണ്. അപ്പൊ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും നമ്മളെ ജനങ്ങൾ
ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല, ജനങ്ങൾ അത് നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി അവരെ എൻഫോഴ്സ്മെന്റ് നടത്തുക. നിങ്ങൾ ഇത് ചെയ്യണം, ഇതിനു വേണ്ടിയാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് അടക്കം സർക്കാർ തന്നെ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അത്തരം പരിശോധനകൾ നമ്മൾ സ്വയം പരിശോധനകളിൽ ഉൾപ്പെട്ട് ഫൈൻ അടയ്ക്കപ്പെടാതെ നമ്മൾ പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും, ജനങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഇപ്പൊ സ്പീഡ് ക്യാമറകളുണ്ട്. ഈ സ്പീഡ് ക്യാമറകളെല്ലാം തന്നെ അപകടരഹിതമായ ഒരു റോഡിന് വേണ്ടിയാണ് വെച്ചേക്കുന്നത്. അമിതമായ വേഗതയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി. അമിതമായ വേഗതയിൽ പോകുമ്പോൾ പലപ്പോഴും വാഹനത്തിന്റെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടും. അത് വലിയ അപകടങ്ങളിലേക്ക് കാരണമാകും. ഈ റോഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് പെഡസ്ട്രിയൻസ് എന്ന് പറയുന്നത്, കാൽനട യാത്രക്കാർ. അപ്പൊ കാൽനട യാത്രക്കാർക്കാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത്. അവര് നടക്കുന്നതിന്റെ കുഴപ്പങ്ങൾ കൊണ്ടും അപ്പൊ ഈ വാഹനങ്ങള് ഓടിച്ചു വരുന്നവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഒക്കെ സംഭവിക്കും. അപ്പൊ ഇത്തരം ആൾക്കാരെ കൂടി നമ്മൾ ശരിയായ നിയമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ പരിശോധനകൾ കർക്കശമാക്കുന്നത്. അതൊരു വലിയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കാണേണ്ട കാര്യമില്ല. നമ്മൾ ആ എൻഫോഴ്സ്മെന്റ് അവർ നടത്തുന്ന ആ സേവനത്തിനെ നമ്മൾ നോക്കി കണ്ടുകൊണ്ട് നമ്മളത് പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. സർ, ഇപ്പോ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട് സീബ്ര ക്രോസിംഗിന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അതായത് സിഗ്നൽ വരുന്ന സമയത്ത് പല വാഹനങ്ങളും സീബ്ര ക്രോസിംഗിന്റെ അവിടെ കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റല്ലേ? കാരണം ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സീബ്ര ക്രോസിംഗ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്നത് തെറ്റല്ലേ? തീർച്ചയായിട്ടും അനാമിക പറഞ്ഞത് വളരെ ശരിയായ ഒരു സംഗതിയാണ്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റോഡെന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഭാഗം പെഡസ്ട്രിയൻസ് ആണ്. അവർക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിനുള്ള പാതയാണ് സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സീബ്ര ലൈൻ ഇല്ലാത്ത എല്ലാ സ്ഥലത്തും സീബ്ര ലൈൻ കാണില്ല. സീബ്ര ലൈൻ ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ റോഡ് മുറിച്ച് കടക്കേണ്ട സംഗതിക്ക് കർബ് ഡ്രിൽ എന്നാ പറയുന്നത്. അതായത് റോഡിന്റെ ഓരത്ത് വശത്ത് വന്ന് നിന്ന് ആദ്യം വലത്തോട്ടും പിന്നെ ഇടത്തോട്ടും വീണ്ടും വലത്തോട്ടും നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ റോഡ് മുറിച്ച് കടക്കാവൂ. ഈ സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലത്ത് പെഡസ്ട്രിയൻസ് റോഡ് മുറിച്ച് കടക്കേണ്ട സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. അതൊരിക്കലും നമ്മൾ അനുവദിക്കപ്പെടുന്നില്ല. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് നിർദ്ദിഷ്ടമായ സ്ഥലങ്ങൾ റോഡിൽ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവൂ. റോഡിന്റെ ഓരത്ത് ചില മഞ്ഞ വരകൾ കാണാം. ആ മഞ്ഞ വര ദീർഘമായി വരച്ചിരിക്കുകയാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ പാർക്കിംഗ് അനുവദിക്കപ്പെടുന്നില്ല. അങ്ങ് പാർക്കിംഗ് ചെയ്തുകൂടാ. പലപ്പോഴും നമ്മൾ ഇതൊന്നും കാണാതെയാണ് റോഡിന്റെ വശത്ത് പാർക്കിംഗ് നടത്തുന്നത്. അപ്പൊ അത് പാർക്കിംഗ് നടത്തുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നു, മറ്റ് കാൽനട യാത്രക്കാർക്ക് തടസ്സമുണ്ടാകുന്നു. അപ്പോ ആ വാഹനങ്ങളുടെ ബ്ലോക്ക് ഉണ്ടാകുന്നു. മാത്രമല്ല ഇത്തരത്തില് ദൃശ്യമാകാത്ത സ്ഥലത്ത് വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പോൾ എതിരെ വരുന്നതും അതുപോലെ പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് കൃത്യമായ കാഴ്ച കിട്ടില്ല. അത് അപകടത്തിന് കാരണമാകും. അപ്പൊ അത്തരം സംഗതികൾ നമ്മൾ ഓരോരുത്തരും, ഞാനും അനാമികയും അടങ്ങുന്ന ഈ സമൂഹം ഓരോരുത്തരും മനസ്സിലാക്കി നമ്മൾ അങ്ങനെ ചെയ്താൽ അപകടങ്ങളെ നമുക്ക് വളരെ വലിയ അളവോളം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോ ഇത്തരത്തില് പാർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാറുണ്ടോ പൊതുവെ? തീർച്ചയായിട്ടും പോലീസ് അവർക്ക് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്ന നോ പാർക്കിങ്ങിനുള്ള പിഴ ചുമത്താം. അത് സർവ്വസാധാരണമായി നടക്കുന്നുണ്ട്. നമുക്ക് ഈ റോഡിലൊക്കെ നോ പാർക്കിംഗ് ബോർഡുകൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നോ പാർക്കിംഗ് ബോർഡ് വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ബോർഡ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ അപകടങ്ങൾ ഉണ്ടാകും. അപ്പൊ അപകടരഹിതമായ ഒരു റോഡ് സംസ്കാരത്തിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് കർക്കശമായ നിയമമാണ്. ആ നിയമം പാലിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിനുള്ള പിഴ ചുമത്തേണ്ടി വരും. അതുപോലെ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. സർ, നമ്മൾ ഈ നമ്മൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, സീബ്ര ക്രോസിംഗിന്റെ അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുവാണെങ്കിൽ അതിനും ശിക്ഷാ നടപടി എടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും അത് നമ്മൾ എടുത്തു പറയേണ്ട സംഗതിയല്ല. സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്ന പെഡസ്ട്രിയൻസിന് വേണ്ടിയുള്ളതാണ്, കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള. സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുന്നതിന് വേണ്ടിയാണ് അത്തരം സംവിധാനം റോഡ് മാർക്കിംഗ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ അത് ഗുരുതരമായ കുഴപ്പം. കാര്യം ഇത്തരം ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യപ്പെടുമ്പോൾ ആ പെഡസ്ട്രിയൻസിന് റോഡ് മുറിച്ച് കടക്കാൻ പറ്റില്ല, മറ്റൊരു സ്ഥലത്തേക്ക്
പോകും, അയാൾ അപകടത്തിൽപ്പെട്ടേക്കാം. അപ്പൊ അത് തീർച്ചയായിട്ടും നിയമലംഘനമാണ്. അതിനുവേണ്ട ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടതുമാണ്. ഇപ്പൊ സർ, റോഡ് അപകടങ്ങള് സംഭവിക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ഈ ഒരു സ്ഥലങ്ങളിൽ അധിക സുരക്ഷാ നടപടികൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ ജില്ലയിൽ അങ്ങനെ ബ്ലാക്ക് സ്പോട്ടുകളായിട്ട് ഏറെ സ്ഥലങ്ങൾ, ഇപ്പൊ ഞാൻ എണ്ണി പറഞ്ഞാൽ വളരെയേറെ സ്ഥലങ്ങളുണ്ട്. ഈ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതായത് 3-ലധികം റോഡ് ആക്സിഡന്റുകൾ നടന്ന് ഡെത്ത് സംഭവിച്ചത്, അപകട മരണങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളെയാണ് ബ്ലാക്ക് സ്പോട്ടായിട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ അത്തരം ബ്ലാക്ക് സ്പോട്ടുകളിൽ വളരെ വിശദമായ പഠനങ്ങൾ നടത്തും. എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ നിരന്തരമായി അവിടെ നടക്കുന്നത്? ചിലപ്പോൾ വളരെ വലിയ കർവായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ലിപ്പറി റോഡ്സ് ആയിരിക്കാം. മഴ ചെറുതായിട്ട് ഉണ്ടാകുമ്പോൾ ആ റോഡ് വഴുക്കലുണ്ടാകുന്നു. അപ്പോ അത്തരം സംഗതികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് മാത്രവുമല്ല, ഇത്തരം ബ്ലാക്ക് സ്പോട്ടുകളിൽ അപകടം കുറയ്ക്കുന്നതിന് വേണ്ടി മുന്നറിയിപ്പുകൾ നൽകുന്ന ബോർഡുകളും മറ്റും ഈ ഭാഗത്തിന് മുന്നേയും പിന്നെയുമായിട്ട് വെച്ച് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പൊ ഇത്തരം ബ്ലാക്ക് സ്പോട്ടുകൾ നിർണ്ണയിക്കപ്പെടുന്നത് കൊണ്ട് അപകടത്തിന്റെ തോത് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. കാര്യം നിരന്തരമായി ആ മേഖലയിൽ അപകടം ഉണ്ടാകുമ്പോൾ പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, PWD, റോഡ്സ് വിഭാഗം അവർ വിശദമായ പഠനങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ചെയ്താൽ ആ ഭാഗങ്ങളിൽ നമുക്ക് അപകടം കുറയ്ക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നിലവിലുള്ള നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. അപ്പം വേഗത എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് റോഡില് കൃത്യമായ സർക്കുലറുകളും നിയമങ്ങളും ഉണ്ട്. ഏതൊക്കെ വേഗതയിൽ വാഹനം എവിടെയൊക്കെ ഓടിക്കാം, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഡ്രൈവ് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് അപകടം ഒഴിവാക്കാം. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കലയോടൊപ്പം ഒരു സാങ്കേതികമായ കഴിവ് കൂടിയാണ്. നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അക്കാഡമിക് സിലബസിൽ ഇത് വെക്കുമ്പോൾ ഈ സാങ്കേതികമായ പരിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് അതിനനുസരിച്ചുള്ള യോഗ്യതയും കൂടെ നിർണ്ണയിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റ് രാജ്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ രാജ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ലൈസൻസ് എടുക്കുന്നതിനുള്ള സംവിധാനം മറ്റ് രാജ്യങ്ങളിൽ വളരെ നിഷ്കർഷിച്ചിട്ടുണ്ട്, വളരെ കർശനമാണ്. തീർച്ചയായിട്ടും അതെ. അപ്പൊ നമുക്ക് ഇവിടെ സുതാര്യമെന്നല്ല, നമ്മൾ കുറച്ചുകൂടെ അതിനകത്ത് പ്രാധാന്യം നൽകണം. പ്രാധാന്യം നൽകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടെ കർക്കശമായ തലങ്ങളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കൃത്യമായ യോഗ്യതയുള്ള ആൾക്കാർ മാത്രം ഡ്രൈവിംഗ് നടത്തിയാൽ മതി എന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്നവർ, കൃത്യമായി പഠിച്ച് നിയമം പാലിക്കുന്നവർ മാത്രം വാഹനം ഓടിച്ചാൽ മതി എന്ന തലത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഇതിനകത്ത് നമ്മുടെ തോത് കുറയ്ക്കാൻ പറ്റും. മാത്രവുമല്ല, ഇതിനെല്ലാം പ്രധാന കാരണം നമ്മുടെ മനസ്ഥിതിയാണ്. റോഡ് എന്ന് പറയുന്നത് പബ്ലിക് റോഡെന്ന് അറിയപ്പെടും, പൊതുനിരത്ത്. ഈ പൊതുനിരത്തിലൂടെ എനിക്കും ഓരോരുത്തർക്കും യാത്ര ചെയ്യാം. അവിടെ ഒരാളുടെയും സ്വന്തമല്ല. പലപ്പോഴും നമുക്കുണ്ടാകുന്ന അപകടത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഈഗോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട്, ഒരാൾ റോഡ് ഓടിച്ചു പോകുമ്പോൾ ഇതെന്റെ സ്വന്തമാണ് ഈ റോഡ് എന്ന് തോന്നുന്നത് കൊണ്ട് മറ്റൊരാളോട്ട് വഴക്കടിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ വാഹനത്തിന് അനാവശ്യമായി മറികടക്കാൻ ശ്രമിക്കുന്നു, നിയമങ്ങൾ പാലിക്കുന്നില്ല. അപ്പൊ അത്തരം സംഗതികൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഈഗോ, റോഡ് ഡ്രൈവർ ആകുന്ന സമയത്ത് ആ ഈഗോ എടുത്തു കളയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് നല്ല ഡ്രൈവിംഗ് സാധ്യമാകാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർ, നമ്മുടെ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ പുതിയതായിട്ട് ട്രാഫിക് സിഗ്നൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ചധികം അപകടങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിലൂടെ, പ്രത്യേകിച്ച് പുലമൺ ജംഗ്ഷനിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു പുതിയതായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ട്രാഫിക് സിഗ്നലിനെ പറ്റി പരിചയം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മള് 2 തരത്തിലുള്ള സംവിധാനം, ഹാൻഡ് സിഗ്നൽ സംവിധാനമുണ്ട്. നമ്മൾ റോഡിൽ നിന്ന് പണ്ട് കാലത്ത് പോലീസ് സ്റ്റോപ്പും അതുപോലെ തന്നെ മറ്റ് ഹാൻഡ് സിഗ്നലുകൾ കാണിച്ച് വാഹനങ്ങൾ കടത്തിവിടുന്ന സംവിധാനമുണ്ട്. മറ്റൊരു സംവിധാനമാണ് ഈ സിഗ്നൽ ലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിഗ്നൽ ലൈറ്റുകൾ എവിടെയാണോ സ്ഥാപിച്ചിരിക്കുന്നത് അതിന് കൃത്യമായ സ്ഥലത്ത് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചതിൽ നിന്ന് ഒരു പ്രത്യേക അകലത്തിൽ തന്നെ ഈ വാഹനങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലം മാർക്ക് ചെയ്യപ്പെട്ടെ. അത് നമ്മൾ ഓരോ സിഗ്നൽ ലൈറ്റിന്റെ അവിടെയും നമുക്ക് പരിശോധിച്ചപ്പോൾ 4 കൂടുന്ന ജംഗ്ഷനുകളിലായിരിക്കും പ്രധാനമായും സിഗ്നൽ ലൈറ്റിന്റെ ഉപയോഗം വരുന്നത്. അപ്പൊ 4 ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഓരോ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൃത്യമായ അകലത്തിൽ നിരയായിട്ട് നിർത്തിയിരുന്നാൽ ഓരോ സിഗ്നൽ കാണുമ്പോൾ നമുക്ക് റെഡ് സിഗ്നൽ ആണെങ്കിൽ നിർത്തിയിടുകയും പച്ച സിഗ്നൽ വരുമ്പോൾ നമ്മൾ വരിയായിട്ട് പോവുകയും ചെയ്ത റോഡിന്റെ ഓരം ചേർന്ന് പോയാൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകും. പലപ്പോഴും ഇത്തരം സിഗ്നൽ ഭാഗങ്ങളിൽ അപകടം ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സിഗ്നൽ ജമ്പിംഗ് ആണ്.
റെഡ് ലൈറ്റ് ജമ്പിംഗ് എന്ന് പറയും. അതിനും വലിയ പിഴ ഈടാക്കാവുന്ന ഒരു കുറ്റമാണ്. നമ്മൾ റെഡ് സിഗ്നൽ വീഴുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങ് പോകാനായിട്ട് ഒരു ധൃതി കാണിക്കും. അത് മറ്റു വശങ്ങളിലുള്ള ഡ്രൈവർക്ക് അയാൾക്ക് പച്ചയായിരിക്കും വീണിരിക്കുന്നത്. അപ്പൊ അയാളുടെ നിയമം അനുസരിച്ച് വരുമ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് ജമ്പിങ് വരുന്ന ഒരാള് മുന്നോട്ട് പോവുകയും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ എവിടെയാണോ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് അവിടെ കൃത്യമായിട്ട് സിഗ്നലിൽ എന്ത് കാണിക്കുന്നു, ഈ സിഗ്നലുകളുടെ ഇടയിൽ കാൽനട യാത്രക്കാരന് പോകാനുള്ള സിഗ്നലും ഉണ്ടാവും. പച്ച നിറത്തില് കാൽനട യാത്രക്കാരുടെ ചിത്രം പതിച്ച ഒരു സിഗ്നൽ ലൈറ്റ് ഉണ്ടാവും. പിന്നെ റെഡ് നിറത്തിലുള്ള, ചുവന്ന നിറത്തിലുള്ള കാൽനട യാത്രക്കാരന്റെ സിഗ്നൽ പതിച്ച ഒരു സിഗ്നൽ ലൈറ്റ് ഉണ്ടാവും. അപ്പൊ ഇത് പച്ചയാണെങ്കിൽ നമുക്ക് നടന്നു പോകാം, ചുവപ്പാണെങ്കിൽ കാൽനട യാത്രക്കാരന് ഈ സമയത്ത് പൊയ്ക്കൂടാ. അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കി കൃത്യമായ ആ രീതിയിൽ സിഗ്നൽ സംവിധാനത്തെ അനുസരിച്ചാൽ ഈ പുലമൺ ജംഗ്ഷനിൽ നിന്നല്ല, എവിടെയാണോ സിഗ്നൽ ലൈറ്റുകൾ ഉള്ളത് അവിടെ ഒക്കെ അപകടത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പുലമൺ ജംഗ്ഷനെ സംബന്ധിച്ചിടത്താണെങ്കിൽ കുറച്ച് തിരക്കേറിയ നമ്മുടെ ജില്ലയിലെ കിഴക്കൻ മേഖല ഇന്ന് വരുന്ന വാഹനങ്ങളും തമിഴ്നാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളുടെ ബാഹുല്യം, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന കോട്ടയം MC റോഡിലെ ബാഹുല്യം അല്പ തിരക്ക് കൂടുതലാണ്. അപ്പൊ അവിടെ കൃത്യമായ നിയമം നമ്മൾ പാലിക്കപ്പെട്ടേ പറ്റൂ. ഇനിയിപ്പോ വരുന്ന സീസൺ ശബരിമല സീസണാണ്. ഈ ശബരിമല സീസണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഡിസംബർ നവംബർ മാസങ്ങളിൽ തണുപ്പുള്ള സമയമാണ്. അപ്പൊ ഈ സമയങ്ങളിലാണ് അപകട സാധ്യത വളരെ കൂടുതൽ. വാഹനങ്ങളുടെ ബാഹുല്യം, ഇത്തരം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകാനുള്ള വാഹനങ്ങളുടെ ബാഹുല്യം. രണ്ടാമത് തണുപ്പിന്റെ കൂടുതൽ. അപ്പൊ ഈ തണുപ്പും ഇതും കൂടെ വരുമ്പോൾ രാത്രി കാലങ്ങളിലാണെങ്കിൽ ഉറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങള് ട്രാക്ക് എന്ന് പറയുന്ന കൊല്ലം ബേസ്ഡ്, കൊല്ലം ജില്ലയിൽ ആസ്ഥാനമായുള്ള ഈ സംഘടന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ സമയത്ത് ഡിസംബർ മാസത്തില് ഞങ്ങൾ ചുക്ക് കാപ്പി വിതരണം ചെയ്തു. രാത്രികാലങ്ങളിൽ ഹെവി വാഹനങ്ങൾ ഓടിച്ചു വരുന്ന, ദീർഘദൂര വാഹനങ്ങൾ ഓടിച്ചു വരുന്നവരെ അവരെ വാഹനത്തിൽ നിന്നിറക്കി അല്പനേരം സംസാരിപ്പിച്ച് ഈ ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ കൊട്ടാരക്കരയിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ നടത്തി വരുന്നു. എല്ലാ വർഷവും കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പ്രക്രിയ നടത്തുന്നു. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മളെ കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ പാറശാല ഉള്ള സ്ഥലങ്ങളിൽ ഇടവേളകളിൽ പ്രത്യേക അകലം പാലിച്ചുകൊണ്ട് രാത്രികാല ഡ്രൈവർമാരെ ഇത്തരത്തിലൊന്ന് അലർട്ടാക്കി വിടാൻ സാധിച്ചാൽ രാത്രികാല ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ ഉറക്കത്തിന്റെ കാരണം കൊണ്ടാണ്, ഉറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അവരെ ഒന്ന് അലർട്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചുക്ക് കാപ്പി കൊടുക്കുകയോ അവർക്ക് ഈ പുളിയുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊടുക്കുകയോ ഇത്തിരി മുന്തിരിങ്ങയോ ഒക്കെ ഒന്ന് കൊടുക്കുകയോ ചെയ്താൽ അത് അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ പറ്റും. നമ്മള് ഇരുചക്ര വാഹനങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒന്നാണ് ഹെൽമെറ്റുകൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നതിന്റെ നിയമപരമായിട്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു ഗുണനിലവാരമുള്ള ഹെൽമെറ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? പല ആൾക്കാരും ഹെൽമെറ്റ് ഒരു ഫാഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഗുണനിലവാരമുള്ള ഹെൽമെറ്റ് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? ഹെൽമെറ്റ് ധരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ബാലൻസിങ് സംവിധാനം ക്രമം അനുസരിച്ച് നമ്മളെ തല ഇടിച്ച് വീഴാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട്, എസ്പെഷ്യലി ഇരുചക്ര വാഹനം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമുക്ക് ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതും നമ്മുടെ തലക്കാണ്. കാര്യം ഞാനിപ്പോ സംസാരിക്കുന്നതും അനാമിക എന്നോട് സംസാരിക്കുന്നതും ഇത് കേൾക്കുന്നതും ഒക്കെ ശരീരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അവയവത്തിന്റെ പ്രവർത്തനമാണ്. അതാണ് തലച്ചോറെന്ന് പറയും. അപ്പൊ അതിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവച്ഛവം പോലെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കും. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കാൻ പറയുന്നത്. തലയ്ക്കുണ്ടാകുന്ന ക്ഷതം കുറയ്ക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി പറയും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഇതെങ്ങനെ കണ്ടെത്താമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഈ പല നിറത്തിലും പല ഡിസൈനിലും ഉള്ള ഹെൽമെറ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. എന്നാൽ നമ്മൾ കണ്ടെത്തേണ്ടത് ISI മാർക്കുള്ള നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിയമപ്രകാരമുള്ള ഹെൽമെറ്റ് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പൊ അതിനകത്ത് അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലയ്ക്ക് പാകമാകുന്ന ഹെൽമെറ്റ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അപ്പൊ ഒരു ഹെൽമെറ്റ് നമ്മൾ ധരിച്ചതിന് ശേഷം ആ ഹെൽമെറ്റ് ധരിച്ച ആള് തല മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തല തിരിക്കുമ്പോൾ ഹെൽമെറ്റ് ഊരിപ്പോകുന്നില്ല എങ്കിൽ നമുക്ക് പാകമായ നമ്മുടെ തലയ്ക്ക് യോജിച്ച ഹെൽമെറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് ഒരു
ചാർട്ട് ഉണ്ട്. നമ്മുടെ ഒരു മെഷറിംഗ് ടേപ്പ് എടുത്ത് നമ്മുടെ തലയുടെ ഒരു ഭാഗത്തുനിന്ന് പിടിച്ചിട്ട് മറുഭാഗത്തേക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിന്റെ അളവ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ആ കടകളിൽ ചെന്ന് അതിനനുസരിച്ച് പാകമായ ഒരു ഹെൽമെറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാര്യം അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വാങ്ങുന്ന ഹെൽമെറ്റ് തലയിൽ ധരിച്ചതിന് ശേഷം അത് നമ്മുടെ ചിൻ സ്ട്രാപ്പ് വെച്ച് ടൈറ്റ് ചെയ്യണം. ചിൻ സ്ട്രാപ്പ് ഹെൽമെറ്റ് വെച്ചു, ചിൻ സ്ട്രാപ്പ് ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അപകടം സംഭവിക്കുമ്പോൾ ആദ്യം ഊരി പോകുന്നത് ഹെൽമെറ്റ് ആയിരിക്കും. നമുക്ക് തലയ്ക്ക് ക്ഷതം സംഭവിക്കാൻ ചേർക്കും. ചിൻ സ്ട്രാപ്പ് ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വലത് കൈയിലെ വിരലുകൾ 3 വിരലുകൾ ചേർത്ത് വെച്ച് ആ താടിയുടെ ഭാഗത്ത് ആ വിരലുകൾ കയറ്റി വെക്കുമ്പോൾ അത്രയും അകലം മാത്രമേ ചിൻ സ്ട്രാപ്പ് ധരിക്കുമ്പോൾ ഉണ്ടാകാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ ടൈറ്റ് ആയിട്ടായിരിക്കണം ഈ ചിൻ സ്ട്രാപ്പ് ധരിക്കേണ്ടത്. അങ്ങനെ ധരിച്ചെങ്കിൽ മാത്രമേ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് തലയ്ക്ക് ക്ഷതം പറ്റാതെ സുരക്ഷിതമായ സംവിധാനം തലയ്ക്ക് നമുക്ക് നൽകാൻ സാധിക്കും. സ്കൂൾ ബസ്സിലും കുട്ടികളെ കൊണ്ടുപോകുന്ന മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവര് പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ? അതില് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ സ്കൂൾ ബസ്സുകൾ എന്ന് പറയുന്നത്. കാര്യം വരുന്ന നമ്മുടെ ഭാവി തലമുറയിലെ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തിരിച്ചും കൊണ്ടുവരിക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ദൗത്യം. അതിന് 6/2011 എന്ന് പറയുന്ന പോലീസിന്റെ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിൽ പറയുന്നതെന്ന് പറയുന്നാൽ ഈ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് ഏതാണ്ട് 10 വർഷത്തിൽ കുറയാതെ ഉള്ള പരിചയം ഉണ്ടായിരിക്കണം ഈ മേഖലയിൽ. മാത്രവുമല്ല, ഈ കുട്ടികൾക്ക് വാഹനത്തിൽ ഉള്ള കുട്ടികളുടെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഈ സ്കൂൾ ബസ്സിനകത്ത് സൂക്ഷിക്കേണ്ടതായിട്ട്. മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഈ സ്കൂളില് ഡ്രൈവർ അല്ലാതെ ഈ സ്കൂൾ ബസ്സിനകത്ത് ഒരു അറ്റൻഡന്റ് സേവനം ഉണ്ടായിരിക്കും. കുട്ടികളെ സ്കൂൾ ബസ്സിൽ ഇരുത്തി മാത്രമേ യാത്ര ചെയ്യാവൂ, സീറ്റിൽ ഇരുത്തി മാത്രമേ യാത്ര ചെയ്യാവൂ. അപ്പോൾ ഈ അറ്റൻഡന്റിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത്, സ്കൂൾ ബസ് എവിടെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയെ കയറ്റണമെങ്കിലും ഇറക്കണമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് വണ്ടികളിൽ ഇല്ലാത്ത സമയത്ത് ഒതുക്കി നിർത്തി കുട്ടിയെ ഇറക്കി റോഡ് മുറിച്ച് കടക്കേണ്ടതാണെങ്കിൽ റോഡ് മുറിച്ച് കടപ്പിച്ചതിന് ശേഷം മാത്രമേ അറ്റൻഡർ തിരിച്ച് വാഹനത്തിൽ കയറി പോകാൻ പാടും. അപ്പോൾ അത് ഏറ്റവും നമ്മൾ പ്രാധാന്യം നൽകുന്നതാണ്. കാര്യം ഈ അറ്റൻഡൻസ് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ അതുണ്ട്. പാർവതി പുത്തനാറില് 2006/2011 ഒരു അപകടമാണ്. ഒരു സ്കൂൾ ബസ് ഓടിച്ചിരുന്ന ഒരാള് എതിരെ ഒരു വാഹനം വന്നപ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ആ വാഹനം പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞ് കുട്ടികൾ മുങ്ങി മരിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് 6/2011 പറഞ്ഞ് സ്കൂൾ ബസ്സുമായി ബന്ധപ്പെടുന്ന ഒരു സർക്കുലർ തന്നെ ഇറക്കിയത്. അപ്പൊ അതില് കുട്ടികൾ മുങ്ങി മരിക്കുകയായിരുന്നു. അപ്പൊ അന്ന് സംഭവിച്ചത് എത്രത്തോളം കുട്ടികൾ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയാൻ മേല. അപ്പൊ ഇതിന് നമ്മൾ സ്കൂൾ തലത്തിൽ തന്നെ ഒരു സംവിധാനം, സ്കൂളില് ഈ വാഹനങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു അധ്യാപകനെ ചുമതലപ്പെടുത്തും. സ്കൂൾ ബസ്സുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നോക്കുന്നതിന് ഒരു അധ്യാപകനെ നമ്മൾ ചുമതലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ അധ്യാപകനായിരിക്കണം ഇതിന്റെ സ്കൂളിന്റെ ഈ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കപ്പെടണം. അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതാത് സമയങ്ങളിൽ അത് റിപ്പയർ ചെയ്യപ്പെടണം. എന്തെങ്കിലും സാങ്കേതികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്റെ സഹായം തേടാം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം തേടാം. അപ്പൊ അങ്ങനെയൊക്കെ കുട്ടികളുമായി ബന്ധപ്പെടുന്ന എത്ര കുട്ടികളാണ്, ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ഇവർ കയറുന്നത്, അതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ വാഹനത്തിൽ സൂക്ഷിക്കണം. അപ്പൊ ആ കുട്ടികൾ കയറിയിട്ടുണ്ടോ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ അധ്യാപകൻ ഓരോ ദിവസവും അത് മോണിറ്റർ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ഈ സ്കൂൾ ബസ്സിന്റെ സുരക്ഷ, ഇപ്പൊ നമുക്ക് സർവ്വസാധാരണമായിട്ട് കാണുന്നത് പല പള്ളിക്കൂടങ്ങളിലും അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട വാഹനങ്ങളുണ്ട്. അതിലുപരി ആ പള്ളിക്കൂടത്തിൽ തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മറ്റു സ്വകാര്യ വാഹനങ്ങളിൽ കൊണ്ടുവരും. അവിടെയാണ് പ്രശ്നം ഉദിക്കുന്നത്. സ്കൂൾ അധികാരികൾ അവരുടെ വാഹനത്തെ സുരക്ഷിതമായിട്ടുള്ള സംവിധാനത്തിലായിരിക്കും. മറ്റ് സ്വകാര്യ വാഹനങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഓട്ടോറിക്ഷയിൽ കുട്ടികളെ കൊണ്ടുപോകുന്നു. ഓട്ടോറിക്ഷയിലൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് ഈ തിങ്ങി നിറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള തെറ്റാണ്. കാരണം അവിടെ കുട്ടികളുടെ സുരക്ഷ നഷ്ടപ്പെടുകയാണ്, അത് ഓടിക്കുന്ന ആളുടെ സുരക്ഷ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ കാണുന്ന പല സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ടല്ലോ സർ. അവിടെയാണ് നമുക്ക് രക്ഷകർത്താവിന്റെ ബോധം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്രത്തോളം സുരക്ഷ നൽകിയാണ് നമ്മൾ വളർത്തി കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ഒരു സംസ്കാരം തന്നെ അതാ, കാർ ടു കാർപ്പറ്റ് എന്ന് പറയും. ഇപ്പൊ എല്ലാവരും നമ്മൾ വാഹനത്തിൽ നിന്ന് കാർപ്പറ്റിലേക്ക് ഇറങ്ങുന്നു, കാർപ്പറ്റിൽ നിന്ന് തിരിച്ച് വാഹനത്തിലേക്ക് കയറുന്നു, റോഡുകളിലേക്ക് സഞ്ചരിക്കുന്നത് വളരെ അപൂർവമായ ഒരു സംഗതിയാണ്. ഇവിടെ അത്തരം സംഗതികളിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പൊ കുട്ടികളെ പണ്ടുകാലത്ത് നടന്നു പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്കൂളിലേക്ക്
പോയിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് സ്കൂൾ വാഹനങ്ങളിലാണ് പോകുന്നത്. അവിടെയാണ് രക്ഷകർത്താവിന്റെ ഈ വളരെ ചിന്താബോധമില്ലാത്ത ഈ പ്രവൃത്തി, അനാമിക പറഞ്ഞതുപോലുള്ള പ്രവൃത്തി വരുന്നത്. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും സുരക്ഷ നൽകേണ്ട ഈ യാത്രാവേളകളിൽ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള ഓട്ടോറിക്ഷയിൽ കുത്തിനിറച്ച് കൊണ്ടുപോകുന്ന നിയമലംഘനം തന്നെയാണ്. തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തിൽ അവരെ കർക്കശമായ നിയമം നടപ്പിലാക്കണം. അത്തരം സംവിധാനത്തിലുള്ള ഓട്ടോറിക്ഷ പിടിക്കപ്പെടണം. കുട്ടികളെ ഒരു കാരണവശാലും ഇത്തരത്തിൽ കുത്തി നിറച്ച് മാത്രവുമല്ല, ഞാൻ വളരെ അപകടകരമായ സംഗതി എന്ന് പറഞ്ഞാൽ ഈ ബാഗ് എല്ലാം കൂടെ ഒരു വശത്തേക്ക് തൂക്കിയിട്ട് കുട്ടികളെ ഒരു വശത്തേക്ക് ഇടുന്നു. ഡ്രൈവറിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ മടിയിൽ 2 കുട്ടികള്, പറ്റുമെങ്കിൽ അതിന്റെ അരികിൽ വേറെ 2 പേര്. അപ്പൊ ഇതൊരു വലിയ ട്രപ്പീസ്യം കളിക്കാരന്റെ അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെയാണ് ഈ ട്രപ്പീസ്യം കളിക്ക് വേണ്ട പ്രേരണ, കാറ്റലിസ്റ്റ് ആവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കാണ് ആദ്യം ബോധ്യം ഉള്ളത്. ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ രക്ഷകർത്താക്കളോട് ഈ കാര്യം പറയും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ നമ്മൾ തന്നെയാണ് നടപ്പാക്കേണ്ടത്. അപ്പൊ അത് ഇത്തരത്തിലുള്ള സാഹസികമായ ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ നിന്നു കൊടുക്കരുത്. അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ അവരോടെല്ലാം പറയും. ഇത് കേൾക്കുന്ന ഓരോ രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളാണ് എങ്ങനെയാണ് സ്കൂളിൽ എത്തിക്കപ്പെടേണ്ടത്, ഇത്തരം വാഹനങ്ങളിലാണോ സുരക്ഷിതമായ വാഹനങ്ങളിലാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഒരു പരിധിയോളം അവരിതിനെ കർക്കശമായി നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും അവർക്ക് കഴിയുന്നതിനപ്പുറത്തേക്ക് ഇത്തരം സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകുന്നത് വലിയ വലിയ ദുരത്തുകളിൽ നമ്മുടെ ചരിത്രം നമുക്ക് നൽകിയിട്ടുള്ള പാഠങ്ങൾ അതാണ്. പലപ്പോഴും ഇത്തരം ഓട്ടോറിക്ഷകൾ തലകുത്തി മറിയുക, അതുപോലെ വാഹനങ്ങൾ ഈ പറഞ്ഞ പാർവതി പുത്തനാരിലേക്ക് മറിഞ്ഞ സംഭവം, കൂട്ടിയിടിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങളിൽ ഒരു കാരണവശാലും ആ ഡ്രൈവർ മൊബൈൽ ഫോൺ വേണം. ഒരു വാഹനങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മളെ ശ്രദ്ധ തിരിക്കുമെന്നുള്ളതാണ്. ഏറ്റവും പ്രാധാന്യം വേണ്ടത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം, ആ സന്ദേശത്തിനനുസരിച്ച് നമ്മുടെ ശ്രദ്ധ മാറപ്പെടും. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ എന്റെ മൊബൈലിലേക്ക് വരുന്നതെങ്കിൽ എന്റെ ചിന്തയും എന്റെ മാനസികാവസ്ഥയും അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. ആ മാറ്റം എന്റെ ഡ്രൈവിംഗിലും മാറ്റം സംഭവിക്കും. അത് വലിയ അളവോളം അപകടങ്ങൾക്ക് കാരണമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സ്കൂൾ ബസ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മുടെ നിയമവ്യവസ്ഥയിൽ നൽകുന്നുണ്ട്. അതനുസരിച്ച് പൊതുജനങ്ങൾ ബോധവാന്മാരായി നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുരുന്നുകളെ, ഭാവി നമ്മുടെ രാജ്യത്തിന് ഭാവി നിർണയിക്കപ്പെടേണ്ട കുഞ്ഞുങ്ങളെ അത്തരത്തിൽ തന്നെ സുരക്ഷിതമായ സ്കൂൾ യാത്ര ഒരുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ ഇതിലൂടെ എനിക്ക് നൽകാനുണ്ട്. സർ, അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നമ്മുടെ ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വീട്ടിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, ചില ആൾക്കാർ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് പൊതുവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ്? തീർച്ചയായിട്ടും ഈ റോഡുമായി ബന്ധപ്പെടുന്ന ഏറ്റവും പ്രാധാന്യം നമ്മൾ നൽകേണ്ടത് ശ്രദ്ധ എന്നുള്ളതാണ്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും ഡ്രൈവറും റൈഡറും പാലിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം അപകടരഹിതമായ ഒരു റോഡ് സംസ്കാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രൈവിംഗ് സമയത്ത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം പ്രോപ്പർ ആയിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അതൊക്കെ വളരെ വലിയ അപകടങ്ങളുണ്ട്. രണ്ടാമത്, ദീർഘദൂര യാത്രകൾ രാത്രി കാലങ്ങളിൽ നടത്തുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മറ്റേ കൊട്ടാരക്കരയിൽ തന്നെ ഒരു വലിയ അപകടം നടന്നിട്ടുണ്ട്. രാവിലെ ഒരു കൊറിയർ കൊണ്ടുവന്ന വാഹനം 3 പേരെ ഇടിച്ച് മരണം സംഭവിച്ചത് നമ്മുടെ വാർത്തകളിൽ കണ്ടതാണ്. അവിടെയൊക്കെ സംഭവിച്ചത് മതിയായ വിശ്രമമില്ലാത്തത് കൊണ്ട്, വാഹനം ഓടിക്കുന്നത് കൊണ്ട്. ഒരു നിമിഷം നമ്മുടെ ഒന്ന് കണ്ണ് ചിമ്മുകയാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന ഒരു വലിയ ദുരന്തത്തെ, ചില വീടിന്റെ വിളക്കിനെയാണ് കെടുത്തിക്കളയുന്നത്. പലപ്പോഴും അത്തരം ഒരു വലിയ ദുരന്തത്തെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധാലുക്കളായിരിക്കണം. വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോപ്പർ ആയിരിക്കണം. ക്ഷീണം തോന്നുന്നു എങ്കിൽ നമ്മൾ വാഹനം ഒരു വശത്തേക്ക് ഒതുക്കി വിശ്രമിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. അപ്പോൾ ഒരു നല്ല റോഡ് സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് നമ്മുടെ മാനസികമായ ആ പക്വതയും മാനസികമായ നമ്മുടെ ചിന്തകളും ശരിയാവണ്ണമാകണമെന്നാണ് എനിക്ക് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്. ഓക്കെ സർ, റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ നാം ഓരോരുത്തരും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് സാറ് നൽകിയിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങളും നമുക്ക് വിലപ്പെട്ട ഒന്ന് തന്നെയാണ്. ഒരു വാഹനം ഓടിക്കുന്ന ആൾ എന്ന നിലയിലും കാൽനട യാത്രക്കാരൻ എന്ന നിലയിലും നമ്മൾ എത്രമാത്രം ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുന്നത് എങ്ങനെ നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും രക്ഷിക്കും എന്നുള്ള കാര്യങ്ങൾ സാറ് വളരെ ലളിതമായിട്ട് ശക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽമറ്റ് ധരിക്കുന്നതിന്റെ പ്രാധാന്യം, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത, ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ
ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എല്ലാം വളരെ വ്യക്തമായിട്ടാണ് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഒരു നിമിഷത്തേക്കുള്ള കേൾവിയായിട്ട് മാത്രം ഒതുങ്ങാതെ നമ്മുടെ ഓരോ യാത്രയിലും ഒരു വഴികാട്ടിയായിട്ട് കൂടെ ഉണ്ടാകണം. റോഡുകൾ നമുക്ക് വേണ്ടിയുള്ളതാണ്, അത് സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ കടമയാണ് കേട്ടോ. സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക, നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത്. ഇത്രയും നേരം ലൗഡ് സ്പീക്കറിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊല്ലം സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറായ ഷാനവാസ് സാറാണ്. നമ്മുടെ ലൗഡ് സ്പീക്കർ എന്ന പ്രോഗ്രാമിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. ഇത്തരം ഒരു ഇന്റർവ്യൂവിന് വിളിച്ച റേഡിയോയ്ക്കും അനാമികയ്ക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള വിവരങ്ങൾ എന്തായാലും നമ്മൾ അറിയണം, അല്ലേ? ആരോഗ്യം, വിദ്യാഭ്യാസം, ലോ ആൻഡ് ഓർഡർ, സാങ്കേതിക വിദ്യകൾ, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയണം എങ്കിൽ ട്യൂൺ ഇൻ ടു ലൗഡ് സ്പീക്കർ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ. ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.